ഫ്രം ട്രേഡ് ടു പവർ, കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. ഈ പാഠഭാഗത്തിലെ നോട്ട്സ് എഴുതാനുള്ള എല്ലാ ക്വസ്റ്റ്യൻ ആൻസറുമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് അട്രാക്റ്റഡ് ഫോറിൻ ട്രേഡേഴ്സ് ടു ഇന്ത്യ? ഇന്ത്യയിലേക്ക് എത്താൻ പുറം നാട്ടുകാരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നു? ദ സ്പൈസസ് ഓഫ് അവർ ലാൻഡ് were essential to the foreigners. Pepper were used for preserving the meat and making it tastier. അതായത് നമ്മുടെ നാട്ടിലുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ വിദേശികൾക്ക് അത്യാവശ്യമായിരുന്നു. ഇറച്ചി ദീർഘകാലത്തേക്ക് കേടുകൂടാതെ സൂക്ഷിക്കാനും രുചി നൽകാനും അവർ കുരുമുളകാണ് ഉപയോഗിച്ചിരുന്നത്. കാർഡമം, സിനമൺ ആൻഡ് ജിഞ്ചർ were also used by them. The traders all over the world used to visit India to collect spices. അതായത് അവർ ഏലം, കറുവപ്പട്ട, ഇഞ്ചി തുടങ്ങിയവയും അവർ ഉപയോഗിച്ചിരുന്നു. ഇത്തരം വിഭവങ്ങൾ ശേഖരിക്കാൻ പുരാതന കാലം മുതൽക്കേ കച്ചവടക്കാർ ഇന്ത്യയിൽ എത്തിയിരുന്നു. സോ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇങ്ങനെ ലോങ് ആൻസർ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് എല്ലാം ഫോട്ടോ ആയിട്ട് ഇടുന്നതാണ്. സോ നിങ്ങൾക്ക് നോക്കി എഴുതാം. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ നോക്കാം. ഹു were the Europeans who reached India for the purpose of trade? കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാർ ആരെല്ലാമായിരുന്നു എന്ന് നോക്കാം. ദ പോർച്ചുഗീസ്, ദ ഡച്ച്, ദ ഇംഗ്ലീഷ് ആൻഡ് ദ ഫ്രഞ്ച്. അതായത് പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ. കെയിം ഫസ്റ്റ് ടു ഇന്ത്യ? ആരാണ് ഇന്ത്യയിലേക്ക് ആദ്യം എത്തിയത്? ആരായിരുന്നു? ദ പോർച്ചുഗീസ് അറൈവ്ഡ് ഇൻ ഇന്ത്യ ഇൻ 1948. 1948 പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ആദ്യമായി എത്തിയത്. ഹു വാസ് ദ ഫസ്റ്റ് പോർച്ചുഗീസ് സെയിലർ റീച്ച്ഡ് ഇൻ ഇന്ത്യ? ആരായിരുന്നു? വാസ്കോ ഡ ഗാമ. ആരാണ് ആദ്യമായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസിലെ നാവികൻ? വാസ്കോ ഡ ഗാമ. Did the Portuguese first reach in India and who were the ruler at that time? അതായത് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ എവിടെയാണ് ആദ്യമായി എത്തിച്ചേർന്നത്? അവിടുത്തെ ഭരണാധികാരി ആരായിരുന്നു? എവിടെയാണ് എത്തിച്ചേർന്നത്? ഓർക്കുന്നുണ്ടോ? എ ഗ്രൂപ്പ് ഓഫ് സെയിലേഴ്സ് ഫ്രം പോർച്ചുഗീസ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് വാസ്കോ ഡ ഗാമ റീച്ച്ഡ് ഇൻ കാലിക്കറ്റ്. സാമോറിൻ വാസ് ദ റൂളർ ഓഫ് കാലിക്കറ്റ് അറ്റ് ദാറ്റ് ടൈം. ആരായിരുന്നു? സാമോറിൻ ആയിരുന്നു റൂളർ. എവിടേക്കാണ് അവർ എത്തിച്ചേർന്നത്? കാലിക്കറ്റിലേക്കായിരുന്നു എത്തിച്ചേർന്നത്. ത്തിനായി വാസ്കോ ഡ ഗാമയും സംഘവും കോഴിക്കോട്ടിലാണ് ആദ്യം എത്തിയത്. സാമൂതിരി രാജാവായിരുന്നു അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത്. Who were the other Portugal sailors reached Calicut for trade following Vasco da Gama? വാസ്കോ ഡ ഗാമയെ തുടർന്ന് കോഴിക്കോട് എത്തിയ പോർച്ചുഗീസുകാർ ആരെല്ലാമായിരുന്നു? അൽമേഡ ആൻഡ് അൽബുക്കർക്ക്. അതായത് അൽമേഡയും അൽബുക്കർക്കുമായിരുന്നു വാസ്കോ ഡ ഗാമയെ തുടർന്ന് കോഴിക്കോട്ടിലേക്ക് എത്തിയത്. ദ മേജർ ട്രേഡ് സെൻറ്റേഴ്സ് ഓഫ് പോർച്ചുഗീസ്. പോർച്ചുഗീസുകാരുടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ ഏതെല്ലാമായിരുന്നു? ഗോവ, ദാമൻ ആൻഡ് ദിയു. ഏതെല്ലാമായിരുന്നു? ഗോവ, ദാമൻ ആൻഡ് ദിയു തുടങ്ങിയവയായിരുന്നു പോർച്ചുഗീസുകാരുടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ. വാട്ട് വേർ സം ഓഫ് ദ ഇമ്പാക്ട്സ് ഓഫ് ഇൻഡോ പോർച്ചുഗീസ് റിലേഷൻഷിപ്പ്? അതായത് പോർച്ചുഗീസ് ബന്ധത്തിൻ്റെ ഫലമായുണ്ടായ സ്വാധീനം എന്തെല്ലാമാണ്? ഇന്ത്യയും പോർച്ചുഗീസുകാരും തമ്മിലുണ്ടായ ബന്ധത്തിൻ്റെ സ്വാധീനം എവിടെയൊക്കെയാണ് ഉണ്ടായത് എന്ന് നമുക്ക് നോക്കാം. Constructed St. Angelo Fort at Kannur and Kottapuram Fort in Thrissur district. The Portuguese were also known as Parangis. Agricultural crops like pineapple, guava, papaya, red chili, cashew, tobacco, etc. that are found in Kerala now were introduced by the Portuguese. The widespread use of printing press and the development of the art form Chavittu Nadagam were some of the impacts of Indo-Portuguese relationship. തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ടയും കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോ കോട്ടയും നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില തുടങ്ങിയ കാർഷിക വിളകൾ ഇവിടെ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. അച്ചടി യന്ത്രം പ്രചരിച്ചതും ചവിട്ടുനാടകം എന്ന കലാരൂപം വികസിച്ചതും പോർച്ചുഗീസ് ബന്ധത്തിൻ്റെ ഫലമായാണ്. Who were known as Parangis? പറങ്കികൾ എന്നറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു?
പോർച്ചുഗീസ് അല്ലേ, പോർച്ചുഗീസുകാരാണ് പറങ്കികൾ എന്നറിയപ്പെട്ടിരുന്നത്. പോർച്ചുഗീസ് കുഡ് നോട്ട് എസ്റ്റാബ്ലിഷ് മെനി ട്രേഡ് സെൻറ്റേഴ്സ് ഇൻ ഇന്ത്യ. വാട്ട് വേർ ദ റീസൺസ് ഫോർ ഇറ്റ്? ഇന്ത്യയിൽ കൂടുതൽ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പോർച്ചുഗീസുകാർക്ക് കഴിഞ്ഞില്ല. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ടെക്സ്റ്റിൽ ആ 3 പോയിന്റ് കൊടുത്തിട്ടില്ലേ, അതൊക്കെയാണ്. കാരണം എന്താണെന്ന് നോക്കാം. They did not have enough economic and military resources to compete with the other യൂറോപ്യൻ പവേഴ്സ്. അതായത് അവർ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളോട് മത്സരിക്കാനുള്ള സാമ്പത്തികവും സൈനികവുമായിട്ടുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. They faced resistance from native forces. അതായത് ഇവരെവിടെയാണോ കച്ചവടം ചെയ്യാൻ പോകുന്നത് അവിടെയുള്ള ആൾക്കാരുടെ എതിർപ്പ് ഇവർക്കുണ്ടായിരുന്നു കേട്ടോ. Who led the resistance against the Portuguese in the Malabar region? മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? കുഞ്ഞാലിമരയ്ക്കാർസ്, അതായത് കുഞ്ഞാലിമരയ്ക്കാർമാരായിരുന്നു. കുഞ്ഞാലിമരയ്ക്കാർമാർ ആരായിരുന്നു? കുഞ്ഞാലിമരയ്ക്കാർസ് were the admirals of Samorin's naval force. അതായത് സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലിമരയ്ക്കാർമാർ. Came to Kerala after Portuguese. പോർച്ചുഗീസുകാർക്കു ശേഷം കേരളത്തിലെത്തിയത് ആരായിരുന്നു? ദ ഡച്ചുകാരായിരുന്നു പോർച്ചുഗീസുകാർക്കു ശേഷം കേരളത്തിലെത്തിയത്. were the chief trade centers of the Dutch. ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതെല്ലാമായിരുന്നു? ചീഫ് ട്രേഡ് സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ആരുടെ? ഡച്ചുകാരുടെ. ഏതൊക്കെയായിരുന്നു? കൊച്ചി ആൻഡ് കൊല്ലം. കൊച്ചിയും കൊല്ലവുമായിരുന്നു. A short note about the book ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കി. ആൻഡ് റീഡ് a Dutch governor who initiated the compilation of Hortus Malabaricus. അതായത് കേരളത്തിലെ ഔഷധ സസ്യങ്ങളെ പറ്റി പരാമർശിക്കുന്ന ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈയെടുത്തത് ഡച്ചുകാരനായ വാൻ റീഡ് ആയിരുന്നു. ഗവർണറായിരുന്നു ഇദ്ദേഹം. completed the book with the help of ഇട്ടി അച്യുതൻ വൈദ്യർ. മലയാളിയായ ഇട്ടി അച്യുതൻ വൈദ്യരുടെ സഹായത്തോടെയാണ് ഈ കൃതി തയ്യാറാക്കിയത്. ഹൗ ഡച്ച് ലോസ്റ്റ് ദെയർ ഗ്രൗണ്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഡച്ചുകാരുടെ അടിത്തറ നഷ്ടമായത് എങ്ങനെയായിരുന്നു? നമുക്ക് നോക്കാം അല്ലേ. The Dutch fought with Marthandavarma, the king of Travancore, following the disputes over trade. The Dutch were defeated in the Battle of Kolaikel in 1741. They lost their ground in India with this war. ഇവിടം സംബന്ധിച്ച തർക്കങ്ങളുടെ ഫലമായി തിരുവിതാംകൂറിലെ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയുമായി ഡച്ചുകാർ യുദ്ധം ചെയ്തു. 1741 ഈ കുളച്ചിലിൽ വെച്ച് യുദ്ധം നടന്നത്. അതിൽ ഡച്ചുകാരാണ് പരാജയപ്പെട്ടത്. അങ്ങനെ they lost their ground in India. അതായത് ഇങ്ങനെ ഇന്ത്യയിൽ ഡച്ചുകാരുടെ അടിത്തറ നഷ്ടമായി. എന്ത് യുദ്ധമായിരുന്നു? കൊളൈക്കൽ യുദ്ധമാണ്. കുളച്ചിൽ യുദ്ധം എന്ന് മലയാളത്തിൽ പറയും. അതിൽ ആരാണ് പരാജയപ്പെട്ടത്? ഡച്ചുകാരാണ് പരാജയപ്പെട്ടത്. ഹൂ were known as ലന്തൻസ്. ലന്തക്കാർ എന്ന് അറിയപ്പെട്ടിരുന്നത് ആരാണ്? ദ ഡച്ച് അല്ലേ, ഡച്ചുകാരാണ് ലന്തൻസ് എന്ന് അല്ലെങ്കിൽ ലന്തക്കാർ എന്ന് അറിയപ്പെട്ടിരുന്നത്. വെൻ വാസ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോംഡ്. എപ്പോഴാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത്? എപ്പോഴാണ്? ഇൻ 1600, അതായത് 1600. വേർ വാസ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോംഡ്. എവിടെയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത്? എവിടെയായിരുന്നു? ഇംഗ്ലണ്ടിലായിരുന്നു. ഇൻ ദ പ്ലേസസ് വേർ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് ട്രേഡ് സെൻറ്റേഴ്സ്. കമ്പനി എവിടെയെല്ലാമാണ് വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചത്? എവിടെയെല്ലാമായിരുന്നു? ഓർക്കുന്നുണ്ടോ? സൂററ്റ് ഇൻ ഗുജറാത്ത് വാസ് ദ ഫസ്റ്റ് ട്രേഡ് സെൻറ്റർ ഓഫ് കമ്പനി ഇൻ ഇന്ത്യ. ദേ ഓൾസോ എസ്റ്റാബ്ലിഷ്ഡ് ട്രേഡ് സെൻറ്റേഴ്സ് അറ്റ് ബോംബെ, കൽക്കട്ട ആൻഡ് മദ്രാസ്. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം എവിടെയായിരുന്നു? ഗുജറാത്തിലെ സൂറത്ത് ആയിരുന്നു. മദ്രാസ്, കൽക്കത്ത, ബോംബെ എന്നിവിടങ്ങളിലും അവർക്ക് വാണിജ്യ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു.
വെൻ ഡിഡ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ്? എപ്പോഴാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്? എപ്പോഴായിരുന്നു? ഇൻ 1664, 1664. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600-ലായിരുന്നു. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1664. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ ട്രേഡ് സെൻറ്റേഴ്സ് ഓഫ് ഫ്രഞ്ച്. ഫ്രഞ്ചുകാരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങളുടെ പേരെഴുതുക. ഏതൊക്കെയായിരുന്നു? പോണ്ടിച്ചേരി, മാഹി, കാരയ്ക്കൽ. അതായത് അതിൽ പോണ്ടിച്ചേരി ആയിരുന്നു അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. അങ്ങനെ പറഞ്ഞാൽ അവരുടെ ആസ്ഥാനം, മെയിനായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ആസ്ഥാനം എവിടെയായിരുന്നു? പോണ്ടിച്ചേരി ആയിരുന്നു. എക്സ്പ്ലെയിൻ എബൌട്ട് കർണാട്ടിക് വാർസ്. കർണാട്ടിക് യുദ്ധങ്ങളെക്കുറിച്ച് എഴുതുക അല്ലെങ്കിൽ കുറിപ്പ് തയ്യാറാക്കുക എന്ന് എഴുതാം. ഓക്കെ. ദ യൂറോപ്യൻ കൺട്രീസ് കോമ്പീറ്റഡ് ഫോർ മോണോപ്പൊളൈസിങ് ട്രേഡ് വിത്ത് ഇന്ത്യ. യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയിൽ കച്ചവടാധിപത്യം നേടാൻ വേണ്ടി പരസ്പരം മത്സരിച്ചു. The French and the English became locked in intense rivalry and conflict between these countries lasted long. പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും പരാജയത്തിനു ശേഷം ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരുമായി മത്സരം. അവർ തമ്മിൽ നടന്ന മത്സരത്തെ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് വിളിക്കുന്നു. അതായത് the series of conflicts between the French and English in South India was known as കർണാട്ടിക് വാർസ്. അൾട്ടിമേറ്റ്ലി ദ ഫ്രഞ്ച് were defeated. അങ്ങനെ ഈ കർണാട്ടിക് യുദ്ധത്തിൽ ആരാണ് പരാജയപ്പെട്ടത്? ഫ്രഞ്ചുകാരാണ് പരാജയപ്പെട്ടത്. ഹു ഗെയിൻഡ് ദ മോണോപോളി ഓഫ് ട്രേഡ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാണ് വാണിജ്യാധിപത്യം, ട്രേഡിൻ്റെ മോണോപോളി ലഭിച്ചത്. ദ ബാറ്റിൽസ് ഓഫ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടത്തിയ യുദ്ധങ്ങൾ ഏതെല്ലാമായിരുന്നു? ബംഗാളിൽ വെച്ച് 2 യുദ്ധങ്ങൾ നടത്തിയിട്ടില്ലേ, അതിൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതെല്ലാമായിരുന്നു? ബാറ്റിൽ ഓഫ് പ്ലാസി, ബാറ്റിൽ ഓഫ് ബക്സാർ യുദ്ധം. പിന്നെ ഇത് ഏതൊക്കെ കാലഘട്ടത്തിലാണ് നടന്നത്? 1757-ലും 1764-ലുമായിരുന്നു ഈ യുദ്ധങ്ങൾ നടന്നത്. Were the factors that motivated the English East India Company to gain power in Bengal. അതായത് ബംഗാളിൽ അധികാരം നേടാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാം? നമുക്ക് നോക്കാം എന്തെല്ലാമാണെന്ന്. കമ്പനി റൂൾ ഇൻ ഇന്ത്യ ഹാഡ് ഇറ്റ്സ് ഇൻസെപ്ഷൻ ഇൻ ബംഗാൾ. അതായത് ബംഗാളിലായിരുന്നു കമ്പനി ആദ്യമായി അധികാരം നേടിയത്. അഗ്രികൾച്ചറൽ പ്രോസ്പിരിറ്റി ആൻഡ് ദ കൺവീനിയൻറ്റ് ട്രേഡ് ഫെസിലിറ്റീസ് പ്രോംപ്റ്റഡ് ദ കമ്പനി ടു ക്യാപ്ചർ പവർ ഇൻ ബംഗാൾ. കാർഷിക സമൃദ്ധിയും കച്ചവട സൗകര്യങ്ങളുമാണ് ബംഗാളിൽ അധികാരം നേടാൻ കമ്പനിയെ പ്രേരിപ്പിച്ചത്. എന്തൊക്കെയായിരുന്നു? അതായത് അഗ്രികൾച്ചറൽ പ്രോസ്പിരിറ്റിയും കൺവീനിയൻറ്റ് ട്രേഡ് ഫെസിലിറ്റീസും ആണ് എന്ത് ചെയ്തത്? പ്രോംപ്റ്റഡ് ദ കമ്പനി ടു ക്യാപ്ചർ പവർ ഇൻ ബംഗാൾ. What were the factors that made the English East India Company to conquer Mysore? Conquer എന്ന് പറഞ്ഞാൽ കീഴടക്കുക. മൈസൂർ കീഴടക്കാൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? മൈസൂർ വാസ് എ പവർഫുൾ കിങ്ഡം ഇൻ സൗത്ത് ഇന്ത്യ. ഇറ്റ് ബിക്കെയിം എ ഡൊമിനൻറ്റ് പവർ ഇൻ ദ റീജിയൻ ഡ്യൂറിങ് ദ റെയിൻ ഓഫ് ഹൈദർ അലി ആൻഡ് ടിപ്പു സുൽത്താൻ. മൈസൂർ എന്ന് പറയുന്നത് ഒരു പവർഫുൾ കിങ്ഡമായുടെയും ടിപ്പു സുൽത്താൻ്റെയും ഭരണ സമയത്താണ് ഇതൊരു പ്രബലമായ ശക്തിയായി മാറിയത്. ദയർ ഡൊമിനേഷൻ എക്സ്റ്റെൻഡഡ് ഈവൻ ടു ഏരിയാസ് ലൈക്ക് മലബാർ പോലെയുള്ള ഏരിയാസിലേക്കും അവരുടെ ഡൊമിനേഷൻ വ്യാപിച്ചിരുന്നു. ദിസ് ഇൻ്ററപ്റ്റഡ് ദ ട്രേഡ് ഓഫ് ദ ബ്രിട്ടീഷ് ഇൻ മലബാർ റീജിയൻ. ദ ഫ്രണ്ട്ലി റിലേഷൻ ദാറ്റ് ടിപ്പു സുൽത്താൻ മെയിൻറ്റെയിൻഡ് വിത്ത് ദ ഫ്രഞ്ച് were also added fuel to the animosity of British. This made them conquer മൈസൂർ. ടിപ്പു സുൽത്താൻ്റെയും ഭരണം മലബാർ പോലുള്ള റീജിയനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ അത് ബ്രിട്ടീഷുകാരുമായിട്ടുള്ള വ്യാപാരത്തെ തടസ്സപ്പെടുത്തി. അതൊരു കാരണം. പിന്നെയോ ടിപ്പു സുൽത്താന് ഫ്രഞ്ചുകാരുമായിട്ടുണ്ടായിരുന്ന സൗഹൃദവും ബ്രിട്ടീഷുകാർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ് ബ്രിട്ടീഷുകാർ മൈസൂരിനെ കീഴടക്കിയത്. മലയാളം മീഡിയത്തിൻ്റെ നോക്കാം. ദക്ഷിണേന്ത്യയിലെ പ്രധാന നാട്ടുരാജ്യമായിരുന്നു മൈസൂർ. ഹൈദർ അലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും നേതൃത്വത്തിൽ മൈസൂർ പ്രബല ശക്തിയായി. മൈസൂറിൻ്റെ ആധിപത്യം മലബാറിലേക്ക് വ്യാപിച്ചിരുന്നു. ഇത് ബ്രിട്ടീഷുകാരുടെ മലബാറിലെ കച്ചവടത്തിന് തടസ്സമായി. ഫ്രഞ്ചുകാരുമായി ടിപ്പു സുൽത്താൻ ഉണ്ടായിരുന്ന സൗഹൃദവും മൈസൂർ കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചു.
which were the regions came under the British after the success of British in Mysore wars. മൈസൂർ യുദ്ധങ്ങളിലൂടെ ഏതെല്ലാം പ്രദേശങ്ങളാണ് ബ്രിട്ടീഷ് അധീനതയിലായത്? ഏതെല്ലാം പ്രദേശങ്ങളായിരുന്നു? മലബാർ, കൂർഗ് തുടങ്ങിയ പ്രദേശങ്ങളാണ് ബ്രിട്ടീഷ് അധീനതയിലായത്. Write a short note about the treaties and legislations used by British to conquer certain princely states. നാട്ടുരാജ്യങ്ങളെ കീഴടക്കാനായി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഉടമ്പടികളെക്കുറിച്ചും നിയമനിർമ്മാണങ്ങളെക്കുറിച്ചും കുറിപ്പ് തയ്യാറാക്കുക. Subsidiary alliance introduced by Lord Wellesley and the doctrine of lapse executed by Lord Dalhousie had important role in the acquisition of princely states. അതായത് നാട്ടുരാജ്യങ്ങളെ കീഴടക്കുന്നതിൽ ഈ രണ്ട് ഉടമ്പടികൾക്കും പ്രധാന പങ്കുണ്ട്. The rulers who signed the subsidiary alliance were assured protection by the company against the invasions and internal revolts. However, the actual administrative power of the states were the representatives of the കമ്പനി. അതായത് ഈ സബ്സിഡറി അലയൻസ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന റിവോൾട്ട്സിനും ഇൻവേഷൻസിൻ്റെയൊക്കെ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ ഇവരെ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവറൊക്കെ ആരുടെ അടുത്തായിരുന്നു? ഈ കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ്സ്, കമ്പനിയുടെ പ്രതിനിധികളുടെ അടുത്തായിരുന്നു. അടുത്തത് ഏതായിരുന്നു? ഡോക്ട്രൈൻ ഓഫ് ലാപ്സെ അല്ലേ? ആസ് പെർ ദ ഡോക്ട്രൈൻ ഓഫ് ലാപ്സെ, വെൻ ദ റൂളർ ഓഫ് എ പ്രിൻസ്ലി സ്റ്റേറ്റ് ഡൈഡ് വിത്തൗട്ട് എ മെയിൽ ഹെയർ ദ ബ്രിട്ടീഷ് കുഡ് അനെക്സ് ദ സ്റ്റേറ്റ് വിത്ത് ബ്രിട്ടീഷ് ഇന്ത്യ. അതായത് ഇത് ഒരു പുരുഷ അനന്തരാവകാശി ഇല്ലാതെ രാജാവ് മരിച്ചു കഴിഞ്ഞാൽ ആ നാട് കൂടി ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കും എന്ന ലെസ്ലി പ്രഭു നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥ, ഡൽഹൌസി പ്രഭു കൊണ്ടുവന്ന ദത്തവകാശ നിരോധന നിയമം എന്നിവ നാട്ടുരാജ്യങ്ങളെ വരുതിയിലാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന രാജ്യത്തിന് കമ്പനി സുരക്ഷ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ഈ രാജ്യങ്ങളുടെ ഭരണം യഥാർത്ഥത്തിൽ നടത്തിയത് കമ്പനിയുടെ പ്രതിനിധികളായിരുന്നു. പുരുഷ അനന്തരാവകാശികളില്ലാത്ത നാട്ടുരാജാക്കന്മാർ കുട്ടികളെ ദത്തെടുക്കുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. അവർക്ക് രാജാധികാരം ലഭിച്ചിരുന്നു. എന്നാൽ ദത്തവകാശ നിരോധന നിയമം ഈ അവകാശത്തെ ഇല്ലാതാക്കി. പുരുഷ അനന്തരാവകാശി ഇല്ലാതെ ഒരു രാജാവ് മരിച്ചാൽ ആ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കാനും ഈ വ്യവസ്ഥയിൽ ഉണ്ടായിരുന്നു. സോ ഇത്രയാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഇതിൽ ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടെക്സ്റ്റിൻ്റെ ഇടയിൽ വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ വേറെ ഓൾറെഡി ടെക്സ്റ്റുവൽ ആക്ടിവിറ്റീസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്.